മണാലിയിൽ സിപ്പ് ലൈൻ പൊട്ടിവീണ് അപകടമുണ്ടായി. നാഗ്പൂർ സ്വദേശികളുടെ മകൾ ട്രിഷ അപകടത്തിൽപ്പെട്ടു. പെൺകുട്ടിക്ക് സാരമായി പരുക്കേറ്റിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇത് തീർച്ചയായും ഇവിടെ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് ഇത് പൊട്ടി വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. കുട്ടിയുടെ പരുക്ക് എങ്ങനെയാണ്? പാറപ്പുറത്തേക്കൊക്കെയാണോ വീണിട്ടുള്ളത്? കുട്ടിയുടെ കല്ലുകൾ അവിടെ കാണുന്നുണ്ട്. അനുജ, പരിക്ക് ഗുരുതരമാണ്. ഇത് ജൂൺ 8 നടന്ന സംഭവമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുള്ളത്. ഇവർ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശികളാണ്. അവർ സമ്മർ വെക്കേഷൻ ആഘോഷിക്കാനായി ഹിമാചലിലെ മണാലിയിൽ എത്തിയതായിരുന്നു. അപ്പോഴാണ് ഈ അപകടം നടന്നത്. അവരുടെ 10 വയസ്സുള്ള മകൾ ട്രിഷ ബിജുവെ എന്നാണ് ഈ മകളുടെ പേര്. ഈ മകൾ ഈ സിപ്പ് ലൈനിൽ കയറുന്ന സമയത്ത് കയറി നദി ക്രോസ് ചെയ്ത് അതിലൊരു പകുതി എത്തുമ്പോഴാണ് അത് പൊട്ടി വീഴുന്നത്. നേരെ വീണത് അത് പാറക്കൂട്ടങ്ങളുടെ മുകളിലായിരുന്നു. കുട്ടിയുടെ കാലിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലടക്കം നിരവധി പൊട്ടലുണ്ട്. ആ സമയത്ത് ഈ പൊട്ടി വീണ സമയത്ത് പോലും അവിടെ രക്ഷാപ്രവർത്തനത്തിനായി പെട്ടെന്ന് ആരുമില്ലായിരുന്നു. പിന്നീട് ഒരുപാട് നേരം കഴിഞ്ഞാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായത്. ആദ്യം മണാലിയിലെ ആശുപത്രിയിലും അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ചണ്ഡീഗഡിലേക്കും കൊണ്ടുപോയിരുന്നു. പിന്നീട് ഈ കുട്ടി ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് നാഗ്പൂരിൽ തന്നെ ഈ കുട്ടിയെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർക്കെതിരെ അവർക്കെതിരെ ഇവരുടെ കുടുംബം ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. കാരണം ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റികൾ ഈ മണാലി പോലുള്ള സ്ഥലങ്ങളിൽ നടത്തുന്നത് എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. നിരവധി ഇത്തരത്തിലുള്ള ടൂറിസം ഈ മണാലിയിൽ ഇത്തരത്തിലുള്ള ഓപ്പറേറ്റർമാരുണ്ട്. പക്ഷേ യാതൊരുവിധ സുരക്ഷയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഇവർ ഈ അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റികൾ നടത്തുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്.